ശ്രീ ഡോക്ടർ എൻ ജയരാജ്, അങ്ങേക്ക് 5 മിനിറ്റ്. സാർ, ഞാൻ ഫിനാൻസ് ബില്ലിനെ അനുകൂലിക്കുകയാണ്. സാർ, കേരളത്തിലെ കഥകളിയുടെ ചരിത്രത്തിൽ ഈ കഥകളിയുടെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. അതിന് പിന്നീടൊരു കാരണമുള്ളത്, ഈ കോഴിക്കോട് സാമൂതിരി യുടെ അന്നത്തെ തിരുവിതാംകൂർ ഭാഗത്തേക്ക് കൃഷ്ണനാട്ടം അയക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തിരുവിതാംകൂർക്കാർക്ക് ഇത് മനസ്സിലാകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചില്ല എന്നും അതിൻ്റെ പ്രതികാരം എന്ന നിലയിലാണ് പിന്നീട് കൊട്ടാരക്കര തമ്പുരാൻ കഥകളി എന്ന കഥാരൂപത്തെ, കേരളത്തിൻ്റെ തനതായ കലാരൂപത്തെ ആവിഷ്കരിച്ചതെന്നൊരു ഐതിഹ്യം, ഒരു കഥയുണ്ട്. ഞാനിത് പറയാൻ കാരണം, കൊട്ടാരക്കരയുടെ പ്രതിനിധി കൂടിയായ ധനകാര്യമന്ത്രി കേന്ദ്രത്തിന് ഇവിടോട്ടൊന്നും തരുന്നില്ല എങ്കിൽ പോലും അത് കണ്ട്, അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് പഴി പറഞ്ഞിരിക്കുന്നതിനപ്പുറത്തേക്ക് തൻ്റേതായൊരു വഴി വെട്ടിത്തുറന്നുകൊണ്ട് കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് പാന്താവൊരുക്കുകയും ഒരുപക്ഷെ കേരള മോഡലിൻ്റെ ഭാഗമെന്ന നിലയിൽ അങ്ങനെ രൂപപ്പെടുത്താനും കഴിഞ്ഞു എന്നുള്ളൊരു മികച്ച ധനകാര്യ മാനേജ്മെൻറ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് പറയാൻ വളരെയേറെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞത്, നമ്മളെപ്പോഴും കേന്ദ്രത്തെ കുറ്റം പറയുമ്പോഴും തന്നില്ലേ വേണ്ട, പക്ഷേ നമുക്ക് നമ്മുടേതായ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് നമ്മുടേതായ ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോകാൻ ഈ ഗവൺമെൻറ് കഴിയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാർ, വളരെ പരിമിതമായൊരു സാഹചര്യത്തിൽ നമുക്ക് GST വന്ന ശേഷമുള്ള ഗവൺമെൻറ് ടാക്സ് പ്രപ്പോസലിന് ഒരുപാട് പരിമിതികളുണ്ട്. ഏതാനും വളരെ ലിമിറ്റഡായ ഒരു അന്തരീക്ഷത്തിന് മാത്രമേ ചെയ്യാൻ കഴിയൂ. പക്ഷേ എങ്കിൽ പോലും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ സാമ്പത്തിക ഉപരോധമൊക്കെ നടക്കുന്ന സമയത്ത് പോലും ജനങ്ങൾക്കധികം നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെയുള്ള ഒരു ബില്ലാണ് സത്യത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം വികസന പ്രവർത്തനങ്ങൾ നമുക്ക് തുടരാതിരിക്കാൻ കഴിയില്ല. സാർ, അത് സ്വാഭാവികമായി തന്നെ ഇപ്പം സംസ്ഥാനത്തിൻ്റെ ഈ വരുമാനം, മൊത്തം റവന്യൂ വരുമാനത്തിൻ്റെ 73% നമ്മുടെ തനത് വരുമാനമാണ്. അപ്പോൾ തനത് നികുതിയാകട്ടെ മൊത്തം റവന്യൂ വരുമാനത്തിൻ്റെ 60%. ഇപ്പോൾ 2015-16 39,004 കോടി രൂപ മാത്രമായിരുന്നു കേരളത്തിലെ തനത് നികുതി വരുമാനമെങ്കിൽ ഇപ്പോഴത്തെ ബഡ്ജറ്റ് 2025-26 ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം ഇത് 9,91,515 കോടി രൂപയായിട്ട് ഉയരുകയാണ്. അതായത് 9 വർഷം കൊണ്ട് തനത് നികുതി വരുമാനത്തിൽ ഏകദേശം 120% വർധനവുണ്ടായി എന്നുള്ളത് അങ്ങയുടെ ധനകാര്യ മാനേജ്മെൻറ്റ് ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇത് ഈ പ്രതിസന്ധിക്കിടക്കുള്ള ഇടയിലാണെന്നുള്ളതാണ്. മാത്രമല്ല സാർ, ഇത് മറ്റ് സംസ്ഥാനങ്ങളുമായി, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ കണക്കിലേക്ക് പോകുന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോഴും നമുക്കുണ്ടായ കേന്ദ്ര നികുതി വിഹിതത്തിൻ്റെ കാര്യത്തിലും ഗണ്യമായ കുറവാണ് നമുക്കുണ്ടായത്. അതാണ് ഏറ്റവും വലിയൊരു ദുഃഖകരമായ കാര്യം. ഞാനിതുമായി ബന്ധപ്പെട്ട ഒരു ലഘുലേഖ തന്നെ ഞാൻ നേരത്തെ ഇറക്കി. കാരണം നമുക്ക് കിട്ടുന്ന ഷെയർ എപ്പോഴും കുറവാണ്. മാത്രമല്ല GSTയുടെ നഷ്ടപരിഹാരം നിർത്തലാക്കി, വായ്പാ നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്പോൾ അങ്ങനെ ഒരു വിധത്തിലും പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഈ വർധനവ്, നമ്മുടെ തനത് വരുമാനത്തിനുണ്ടായ വർധനമാണ് സംസ്ഥാനത്തെ പിടിച്ചു നിർത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വ്യാപാരികൾ എന്നും ബഹളം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. എന്ന് ബഡ്ജറ്റ് വന്നാലും എന്തെങ്കിലും പരാതിയുമായിട്ട് വ്യാപാരികൾ വരുമായിരുന്നു. വ്യാപാരി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ വളരെയേറെ അവർക്ക് ആകെയുള്ള ഒരു പരാതി എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ. അതിപ്പം അങ്ങ് GST കൗൺസിൽ ഉന്നയിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഈ വാടകയുടെ GST അതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് ഇപ്പം കോമ്പസിറ്റുകാരെ ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷേ റെഗുലറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ഹോട്ടലുകാർക്കാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് അവർക്ക് ഇൻപുട്ട് ഇല്ലാത്തത്തോളം കാര്യം ഇവർ കൊടുക്കുന്ന ഈ വരുമാനത്തിന്, ഈ GSTക്ക് യാതൊരു വിധത്തിലും തിരിച്ചു കിട്ടാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട വിഷയം മാത്രമല്ല സാർ, ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് വാടകയ്ക്ക് ഞങ്ങൾ സ്വന്തം കെട്ടിടം തന്നാൽ പോലും അതിന് താരിഫ് വില അനുസരിച്ച് കൊടുക്കണമെന്നുള്ള നിലപാടാണ്. സത്യത്തിൽ വളരെ ദുഃഖകരമായൊരു കാര്യമാണ് സാർ. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഇപ്പോൾ ട്രാൻസ്പോർട്ട് മേഖലയിൽ നമ്മുടെ നികുതിയായി ബന്ധപ്പെട്ട കാര്യം. കാരണം ഇത് യഥാർത്ഥത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി നടത്തിയൊരു തന്ത്രം ഉണ്ടായിരുന്നു നേരത്തെ. കാരണം വെച്ചാൽ നമുക്കറിയാം, ഈ പുഷ് ബാക്കിനും നോൺ പുഷ് ബാക്കിനും അവരെപ്പോഴും പുഷ് ബാക്ക് വെച്ചിട്ട് നോൺ പുഷ് ബാക്കിൻ്റെ ടാക്സ് കൊടുക്കുക എന്നുള്ള തന്ത്രമാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് ഏകീകരിച്ചതോടുകൂടി എന്ത് പറ്റി, അതിന് സെലക്ഷൻ ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരേ പെർസെൻറ്റേജ് തന്നെ അടയ്ക്കുക എന്നുള്ളതുകൊണ്ട് ഗവൺമെൻറ് ഒരു നികുതി നഷ്ടം കുറച്ചാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇലക്ട്രോണിക് കാറിൻ്റെ കാര്യത്തിൽ സാർ, ഈ ബാറ്ററി റെൻ്റൽ സംവിധാനത്തിനകത്ത് എപ്പോഴും ബാറ്ററിയുടെ വിലയിൽ മാറ്റം വരുത്തിക്കൊണ്ട് അവർ കാണിച്ചിരുന്ന ഏറ്റവും വലിയ തന്ത്രം വളരെ ബോധപൂർവമായി ഗവൺമെൻറ് കിട്ടാനുള്ള വരുമാനം ഇല്ലാതാക്കുകയായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്തു,
അതിൻ്റെ ഏത് രീതിയിലാണെങ്കിലും 10% ഏകീകരിച്ചു. ഇത് വളരെ ഗവൺമെൻറ് ചെയ്ത വളരെ തന്ത്രപരമായ വലിയൊരു നിലപാടാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ എന്നാൽ ഗവൺമെൻറ്റിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മികച്ച മാനേജ്മെൻറ്റിലൂടെയാണ് സത്യത്തിൽ സംസ്ഥാനം കടന്നു പോകുന്നത്. ഈ നികുതി നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് വലിയ ഭാരം ഏൽപ്പിക്കുന്നില്ല എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. പണ്ട് പറയുന്ന പോലെ പൂവിൽ നിന്ന് തേനെടുക്കുന്ന ആ വണ്ടിൻ്റെ അതേ സ്വഭാവത്തിൽ വലിയ വേദനയില്ലാതെ അതെടുക്കാൻ കാണിച്ച വലിയൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെയാണ് പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.